ഇവിടെ ചക്കക്കുരു ചീര ചെറിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഉപ്പും ചക്കക്കുരുവും ഒരു 3 വിസിലടിച്ചിട്ട് കുക്കറിൽ വേവിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കും കേട്ടോ, ലേശം വെള്ളം മതി. അതിന് ശേഷം ചക്കക്കുരു വെന്തതിന് ശേഷം നമ്മുടെ ചീര അതിൽ ഇടും. ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ച് നേരം നമ്മളത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുകയാണ്. കുക്കറിൽ അല്ല കേട്ടോ, കുക്കറൊന്ന് വെറുതെ എടുത്ത് അടച്ചിട്ടുള്ളൂ. അങ്ങനെ അതിന് ശേഷം നമ്മളത് വെന്തതിന് ശേഷം ചെറിയ ഉള്ളി മുളക് കുത്തി വറക്കും. വളരെ സ്വാദിഷ്ടമായി നമുക്കൊരു 2ാം കറിയായിട്ട് ഉപയോഗിക്കാം. വളരെ നല്ല കറിയാണ്. ചക്കക്കുരു അതിൻ്റെ മുകളിലത്തെ തൊലി മാത്രം കളഞ്ഞാൽ മതി, ബ്രൗൺ കളറുള്ളത് കളയണ്ട. അതിലാണ് ഇത്ര ഏറ്റവും കൂടുതൽ വിറ്റാമിനുകളുള്ളത്. അപ്പോൾ നമ്മളതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഒരു 3 വിസിൽ വെച്ച് വേവിച്ചു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചീര അതിലിട്ടു. ഇനി നമ്മൾ ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റും കൂടി വേണം. മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി കളറ് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിക്കാവുന്നതാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. മുളകൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. അതേമാതിരി നമുക്കിപ്പോൾ ഉത്സവ സീസണാണല്ലോ, മലപ്പുറം മുട്ടായി എന്ന് പറഞ്ഞിട്ടൊരു മുട്ടായി ഉണ്ടല്ലോ, അത് എല്ലാം നമുക്ക് കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അല്ലാതെ പുറത്ത് വെച്ചാൽ അത് അലുത്ത് പോകുമല്ലോ. നമ്മളത് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ വാങ്ങിച്ച അതേ രൂപത്തിൽ ക്രിസ്പി ആയിരിക്കും. തണുപ്പുണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക.